നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അഭാവത്തിൽ അൽ നസറിൻ്റെ വിജയക്കുതിപ്പ് തുടരുകയാണ്. CR7 ഇല്ലാത്ത കഴിഞ്ഞ 2 മത്സരങ്ങളും അവർ വിജയിച്ചിരുന്നല്ലോ. അത് സൗദി പ്രോ ലീഗിലെ പോരാട്ടങ്ങളായിരുന്നു. ഒന്ന് അൽ റിയാദിനെതിരെ ഏകപക്ഷീയമായ 1 ഗോളിൻ്റെ വിജയം, പിന്നെ അൽ ഇത്തിഹാദിനെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം. ഇതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം ഇതാ അർക്കാദാഗിനെതിരെയുള്ള മത്സരം. CR7 മാത്രമല്ല, പ്രമുഖ താരങ്ങളൊന്നും കളിച്ചില്ല. ഇത് AFC ചാമ്പ്യൻസ് ലീഗ് 2 മത്സരമാണ്. റൗണ്ട് ഓഫ് 16 ആദ്യപാദ മത്സരമാണ്. ആ കളിയാണ് ഏകപക്ഷീയമായ 1 ഗോളിനിപ്പോൾ അൽ നസർ വിജയിച്ചിരിക്കുന്നത്. അൽ ഹംദാനാണ് അവരുടെ വിജയ ഗോൾ നേടിയത്. അൽ ഹംദാൻ തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മുന്നേറ്റ നിരയിൽ മികച്ച പ്രകടനമാണ് അൽ ഹംദാൻ നടത്തിയത്. അബ്ദുൽ കരീമും അൽ ഹംദാനും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിച്ചപ്പോൾ മധ്യനിരയിൽ ഖരീബും അൽ ഹസനും ഗബ്രിയേലും അഹമ്മദുമാണ് ഉണ്ടായിരുന്നത്. ഏതായാലും മികച്ച പ്രകടനം ടീം നടത്തി. ഒരു സോളിഡ് പെർഫോമൻസ് എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള കളിയാണ് അവർ പുറത്തെടുത്തിരിക്കുന്നത്. എന്തായാലും അർക്കാദാഗിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ കളിയുടെ 19ാമത്തെ മിനിറ്റിലാണ് അൽ ഹംദാൻ്റെ വക അൽ നസറിൻ്റെ വിജയ ഗോൾ പിറക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത മത്സരം അൽ ഫത്തേഹിനെതിരെ സൗദി പ്രോ ലീഗിലെ പോരാട്ടമാണ്. ആ മത്സരം ഫെബ്രുവരി 14 രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ്. അന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ സ്ട്രൈക്കെല്ലാം അവസാനിപ്പിച്ച് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിന് ശേഷം അർക്കാദാഗിനെതിരെയുള്ള AFC ചാമ്പ്യൻസ് ലീഗ് 2 സെക്കൻഡ് ലെഗ് റൗണ്ട് ഓഫ് 16 മത്സരവും ഉണ്ടാവും. അത് അലവാൽ പാർക്കിലാണ് നടക്കുന്നത്. ഫെബ്രുവരി 18 രാത്രി 11:45 ആ കളിയും CR7 കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.